വണക്കം, നമസ്കാരം, ഹായ് എവ്രി വൺ. ഇന്ന് എന്താ കാറിലിരിക്കുന്നത് വിചാരിച്ചിട്ടുണ്ടാവൂലേ? ഒരു കാര്യത്തിന് വേണ്ടി പുറത്ത് വന്നതായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഒരു 10-15 മിനിറ്റ് എടുക്കും എന്ന് പറഞ്ഞു ആ ഒരു കാര്യത്തിന്. അപ്പൊ കാറിൽ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു ക്വിക്ക് ആയിട്ട് നമുക്കൊരു വീഡിയോ എടുത്താലോ എന്നുള്ളത് കേട്ടോ. അപ്പോ ഇപ്പൊ ദേ ഗണേശ് ചതുർത്ഥി, വിനായക ചതുർത്ഥി ഒക്കെ ഒരുപാട് പേര് സെലിബ്രേറ്റ് ചെയ്ത് കാണും. ഒരുപാട് പേര് ഈ മോദകം അല്ലെങ്കിൽ കൊഴുക്കട്ട, നമ്മുടെ തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കി ഉണ്ടാവുമല്ലോ, അതൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഞാൻ പലഹാരം പറയാട്ടോ. ഇതും നമ്മൾ ഈ പറഞ്ഞ പോലെ വിനായക ചതുർത്ഥിയുടെ ദിവസത്തിൽ നമ്മൾ നൈവേദ്യത്തിന് വേണ്ടി, പൂജയ്ക്ക് വേണ്ടി വെക്കുന്നതാട്ടോ. അതിന്റെ പേരെന്താന്ന് അറിയാവോ? അമ്മണി കൊഴുക്കട്ട. കേൾക്കുമ്പോൾ ഒരു ക്യൂട്ട്നെസ് തോന്നുന്നില്ലേ? അതേപോലെ തന്നെ അത് കാണാനും വലിയ ക്യൂട്ടാണ് കേട്ടോ. ഞാൻ അതിന്റെ റെസിപ്പി ഇട്ടേക്കാം. ഇത് ഒരു പക്ഷെ നിങ്ങൾ അധികം അങ്ങോട്ട് കേട്ട് കാണില്ല. ഇത് നമ്മൾ പട്ടർ കൾച്ചറിലും ബ്രാഹ്മൺ കൾച്ചറിലും ഒരുപാട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. ഈ വിനായക ചതുർത്ഥിയുടെ സമയത്ത് എസ്പെഷ്യലി ഉണ്ടാക്കും കേട്ടോ. അപ്പോ അതിന്റെ റെസിപ്പി ഞാൻ ഇട്ടേക്കാം. ഇഷ്ടമായെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്കൊന്ന് കമന്റ് ഇടണം കേട്ടോ. അപ്പൊ എനിക്ക് ഇതേപോലെ റെസിപ്പീസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാലോ, നമ്മുടെ എന്താ പറയാ ബ്രാഹ്മൺ കൾച്ചറിന്റെ കുറെ റെസിപ്പീസ് ഒക്കെ. അപ്പോ ട്രൈ ചെയ്തിട്ട് പറയണേ. ബൈ. അപ്പം നമുക്ക് അമ്മണി കൊഴുക്കട്ട ഉണ്ടാക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് അരിപ്പൊടി അത് നന്നായി റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലോട്ട് ഉപ്പ്, പിന്നെ മുളക് പൊടി, പിന്നെ നമ്മൾ പെരിങ്കായപ്പൊടി, പിന്നെ നമ്മൾ കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് അത് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പരിവാക്കാം കേട്ടോ. അധികം വെള്ളം ഒഴിക്കണ്ട, പക്ഷെ നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആകുന്ന രീതിയിൽ നിങ്ങളൊന്ന് വെള്ളം ഒഴിക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ കടായിൽ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം നല്ലൊരു നൂലപ്പത്തിൻ്റെ പരുവെത്തും. അതിനുശേഷം ഇത് എല്ലാവരും ഇങ്ങനെ നിരത്തി പിടിച്ച് ഇരുത്തി കയ്യിൽ എണ്ണ തേച്ച് ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കണം കേട്ടോ. അതിപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിൽ ഷേപ്പ് ആക്കാം കേട്ടോ. ട്രയാങ്കിളോ സ്ക്വയറോ എന്താ വെച്ചാൽ ആക്കാം. എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക നമ്മൾ. അതിനുശേഷം നമ്മൾ സാധാരണ കുക്കറിൽ നമ്മൾ ഇഡ്ഡലി വെക്കുന്ന പോലെ ഒരു 8 മുതൽ 10 മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ നമുക്ക് കിട്ടും. അതിനുശേഷം കടായിൽ നമ്മൾ വെളിച്ചെണ്ണ ഇട്ടിട്ട് കടുക് പൊട്ടിക്കുക, ഉഴുന്നുപരിപ്പൊക്കെ ഇട്ട് നമ്മൾ ഇതേപോലെ താളിച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 മണി പലഹാരം റെഡി. ബൈ.